നാട്ടടുക്കളയിൽ നിന്ന് കൊക്കോ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 5 കൊക്കോ എടുത്തിട്ടുണ്ട്. ഇത് മുറിക്കാം. ഇതേപോലെ വിത്ത് ഇട്ടിട്ടുണ്ട്. ഈ വിത്ത് നമുക്ക് തിന്നാൻ ഉപയോഗിക്കാം. അതിനുശേഷം പൗഡർ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതേപോലെ പൊളിച്ചിട്ടിടാം. ഇതേപോലെ മുഴുവനും ആക്കിയിട്ടിടാം. വിത്ത് മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മോശം തുണി എടുത്താൽ മതി. ഒരു തുണിയിൽ കെട്ടി വെക്കാം. നമുക്ക് ഒരു 3 ദിവസം കെട്ടി വെക്കണം. ഇപ്പൊ തന്നെ ഇതിനകത്ത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഞാനൊരു ചിരട്ടി എടുത്തത്. ഈ ചിരട്ടിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു ഭാരമുള്ള ഒരു കല്ല് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ മേലെ ഈ കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നാളെ തിരിച്ച് ഇങ്ങേപ്പുറത്ത് വിടണം. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. അങ്ങനെ 2 ദിവസം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇതേപോലെ ആക്കി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കൊക്കോ ഉണക്കാനിട്ടിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ വെയിൽ ഇതിന് കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ മഴ പെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ തോലി കത്തി ഉപയോഗിച്ച് ഇതേപോലെ കളഞ്ഞു. എളുപ്പത്തിൽ കളയാൻ പറ്റുന്നുണ്ട് കത്തി ഉപയോഗിച്ചിട്ട്. ഇതേപോലെ പൊളിഞ്ഞു വരും. ഇതേപോലെ മുഴുവനും നമുക്ക് ചെയ്തിടാം. എളുപ്പത്തിലാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ടായിട്ടുണ്ട്. ഇനി ഇത് തണിയിട്ടാകുമ്പോൾ പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് തൊലിയോട് കൂടിയും വറുത്തിരുന്നു. അത് വറുക്കുമ്പോൾ കുറച്ചൊന്ന് പൊട്ടും. അപ്പം മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് തോല് പൊളിച്ചിട്ട് ഇടാൻ പറ്റും. ഇതേപോലെ തോല് കളയാം. ഇതേപോലെ കിട്ടും. നമ്മൾ കൊക്കോ പൗഡർ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ. ഇത് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം. എന്നാലാണ് നല്ലതാകുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കൊക്കോ ഉണ്ടെങ്കിൽ വെറുതെ നശിപ്പിക്കണ്ട. ഇത് നല്ല പൗഡറായിട്ട് നമുക്ക് ശുദ്ധമായിട്ട് കുട്ടികൾക്ക് മുട്ടായി ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.